എങ്ങനെയാണ് മലക്കം മറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഇതിൽ ഏത് ഭാഗത്താണ് മലക്കം മറിച്ചിലെന്ന് പറയൂ. ഒന്ന് മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി ആണെന്ന് പറയുന്നത്. ഹിന്ദു ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള അവകാശത്തിൽ സ്റ്റേറ്റിന് ഇടപെടുന്നതിനുള്ള വ്യാപ്തി എത്രയാണ്, അതിനുള്ള കണ്ടീഷൻസ് ഭരണഘടന പറയുന്നത് കൃത്യമായി സ്റ്റേറ്റ് പറയുകയാണ്. ഇത് തന്നെയാണ്. അതല്ലാതെ സ്റ്റേറ്റിന് മറ്റൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. മാധു, സ്റ്റേറ്റിന് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടൊരു ഫെഡറൽ യൂണിറ്റ് എന്ന നിലയിൽ ആർട്ടിക്കിൾ 25 സ്വതന്ത്രമായ അഭിപ്രായം പറയാനൊന്നും കഴിയില്ല. അത് മൗലികാവകാശമാണ്. ആ മൗലികാവകാശത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അത് പാർലമെന്റിന് പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ജുഡീഷ്യൽ റിവ്യൂ അവിടെ ബാധകമാകാത്ത തരത്തിൽ കേശവാനന്ദ ഭാരതി അതിലൊരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറായിട്ട് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം നമുക്ക് മറികടക്കാൻ കഴിയില്ല. അതാണ് ഡോക്ടർ പറയുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രസംഗം ആ നിലപാട് തന്നെയാണോ? ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കും. ആ നിലപാടാണോ ഇപ്പോൾ വാദമായി നൽകിയിരിക്കുന്നത്? സബ്മിഷൻ ഏത് ഭാഗത്താണ് ആ വാദമാണോ നൽകിയിരിക്കുന്നത്? അങ്ങ് പറഞ്ഞു. ആ വാദമാണോ ചോദിച്ചത്? സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാരിനോട്? അതാണോ ഹൈക്കോടതി സുപ്രീം കോടതി പ്രവേശവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ്? ഇപ്പൊ ശബരിമലയുടെ കാര്യമല്ലാണ്ട് ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഇപ്പൊ സർക്കാർ. ഈ സബ്മിഷൻ എന്തിനെ കുറിച്ചുള്ളതാ? അത് ടോട്ടൽ വരുമ്പോൾ അത് ശബരിമല വരുന്നു. കേരളം അങ്ങ് എവിടെയാണ് ഈ പറയുന്നത്? വേറെ ആരാധനകളുമായി ബന്ധപ്പെട്ട നിലപാടാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. ശബരിമലയെ ബന്ധപ്പെട്ടല്ലേ സ്മൃതി? ഈ സബ്മിഷനിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായല്ലേ കോടതിയിൽ വാദിക്കുക? അല്ലെ നമുക്ക് തോന്നുന്ന പോലെ വാദിക്കാൻ പറ്റും. അങ്ങ് കോടതിയിൽ വാദിച്ചോളൂ. നമ്മൾ സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സബ്മിഷനെ കുറിച്ച് സ്മൃതി എങ്ങനെയാ പിണറായി വിജയൻ സർക്കാർ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് അങ്ങൊന്ന് പറയും. ഈ സബ്മിഷനിൽ അങ്ങനെ ഒരു നിലപാട് മലക്കം മറിച്ചിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതാണ് ഞാൻ വ്യക്തമായി പറയാൻ ശ്രമിച്ചത്. ഇതിൽ മൊറാലിറ്റി പബ്ലിക് മൊറാലിറ്റി ആണ് എന്നൊരു സെന്റിമെന്റ്സ്, അത് ഏതെങ്കിലും തരത്തിൽ മതപരമായ മൊറാലിറ്റി ആണ് എന്നൊരു നിലപാട് എടുത്തിട്ടില്ല. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വിശാലമായി പറയുന്നത് മതപരമായ കാര്യങ്ങളിൽ മതപരമായി താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഇതിൽ ഇടപെടാവുന്നതിൻ്റെ സ്കോപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ വളരെ പ്രസക്തമായൊരു ഭാഗമുണ്ട്. നിങ്ങൾ ആ സബ്മിഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡിക ഒന്ന് വായിച്ചു നോക്കൂ. 13ാമത്തെ പേജിൽ എന്താ? However, an exception can be carved out in the matter of a gravest human right violation being conducted in the name of religious practice. It can be said that a person not belonging to that religious denomination or religious group has sufficient interest to question such a religious practice. നിങ്ങൾ ആ മതപരമായ സംവിധാനത്തിൽ പെടണമെന്നില്ല. ഒരു ഗ്രേവ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.